ദീനിൻ്റെ ആജ്ഞയിൽ മുഖ്യമായത് തൗബയാ. റബ്ബിൻ്റെ പാതയിലാദ്യവും ഇത് തന്നെയാ. ഒരു തെറ്റിനാൽ തറവാട് മുഴുവൻ നഷ്ടമായി. അതുകൊണ്ട് ബാപ്പയും ഉമ്മയും കഷ്ടത്തിലായി. അതുമാത്രമല്ല ലിബാസുടൻ തറ പറ്റലായി. സുബ്ഹാന റബ്ബി ഗുഹ്യവും പ്രത്യക്ഷമായി. ഇല കൊണ്ട് നഗ്നത മൂടുവാൻ തുനിയുന്നതായി. അതിനന്ന് വൃക്ഷം പലതിനോടും തെണ്ടലായി. കൃപ തോന്നി അത്തിമരം അതിൻ്റെ ഇല നൽകലായി. അതുകൊണ്ട് ഗുഹ്യം ഇരുവരും മറക്കുന്നതായി. നഖത്തിൻ്റെ ഘനവും വർണ്ണവും നിലനിന്ന തൊലിയും കറുത്ത് ഘനം കുറഞ്ഞതുമന്നാ. അവർക്കും നമുക്കും ലോകവും സിജനായി. ഞെരുക്കങ്ങളും കുഴപ്പങ്ങളും ചുമടായി. 200 കൊല്ലം തന്നവർ കരയുന്നതായി. പിന്നീട് തൗബ റബ്ബ് സ്വീകരിക്കുന്നതായി. ഇതുപോലെ ഖസസുൽ അംബിയ പറയുന്നതാ. 32 നോക്കിയാൽ കാണുന്നതാ. ഒരു തെറ്റിനാൽ പുറത്താക്കി എന്നാൽ പിന്നെ പല തെറ്റു ചെയ്താൽ കിട്ടുമോ അത് പൊന്നെ. പൊറുക്കൻ്റെ റബ്ബെ മുഴുവനും പിഴവാണ്. കതിരുള്ളതെല്ലാം തന്നെയും പതിരാണ്. ചെറുദോഷവും 3 സംഗതി കൊണ്ട് വൻദോഷമിൽ എണ്ണുന്നതാണെന്നുണ്ട്. അതിലൊന്ന് ദോഷം ചെയ്ത് കൊണ്ടിരിക്കുന്നതാ. അതിൽ തന്നെ വീണ്ടും പോകുവാൻ ഉറക്കുന്നതാ. അതുമാത്രമല്ല വിപത്തതിൽ പലതുണ്ട്. വിപത്തും ചിലപ്പോൾ കവിയുവാൻ ഇടയുണ്ട്. ചെറുദോഷവും പതിവാക്കി വന്നാൽ തന്നെ വൻദോഷമിൽ ചാടുന്നതാ നീ പിന്നെ. അതുകൊണ്ട് ചെറുതാ നോട്ടം എന്നാൽ തന്നെയും വലുതിൽപ്പെടും. പതിവാക്കി വന്നാൽ തീർച്ചയും കൊലപാതകം പോലും വരാനിടയുള്ളതാ. നോക്കുന്ന സമയതും ഏതുമേ ഇല്ലാത്തതാ. ചെയ്യുന്ന ദോഷം സാരമില്ല എന്ന് ധരിക്കുന്നതും രണ്ടാമതായി പറയുന്നു. അത് സാരമില്ലെന്നുള്ള ധാരണ കൊണ്ട് റബ്ബിൻ്റെ കൽപ്പന ഹാസ്യമാക്കലുമുണ്ട്. ചെറുദോഷമാണെന്നല്ല നീ ഗണിക്കേണ്ടത്. ഇത് ചെയ്യലാരോടാണതാ നോക്കേണ്ടത്. ചില തെറ്റുകൾ ചെറുതെന്ന് നാം ധരിക്കുന്നതാ. റബ്ബിൻ്റെ അടുക്കൽ അതേറ്റവും വലുതായതാ. ഖുർആൻ ഷരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. നൂറെന്ന സൂറത്തോതി നോക്കതിലുള്ളതാ. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ മരിക്കുന്ന സമയം കരഞ്ഞു പറഞ്ഞതും ഇതു തന്നെ. തംബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 24 വ്യക്തമായി പറയുന്നതാ. തെറ്റൊന്നു വന്നാൽ മുഅ്മിനും ഭയക്കുന്നതാ. മലയൻ്റെ മേൽ വീണേക്കുമോ എന്നുള്ളതാ. മുനാഫിക്കായാൽ ഇത്തരം ഭയമില്ല. അത് ചെയ്യുവാൻ മടിയില്ല, ലജ്ജയുമില്ല.